തവണത്തെ ഹോളി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു. രാവിലെ കുറച്ച് രസം ഉണ്ടായിരുന്നു, വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും ആ രസം അങ്ങ് കൂടി. അത് വേറെ കുറെ കാരണങ്ങൾ കൊണ്ടാണ്. ഈ ഒരു ഫാമിലി ഈ അടുത്ത കാലത്ത് എനിക്ക് കൂട്ടായി കിട്ടിയിട്ടുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ ഇത്. അതായത് ഇവിടെ നിന്ന് മുംബൈയിൽ നിന്ന് ആരതി ആൻഡ് രമൺ, പിന്നെ അവരുടെ 2 കുട്ടികളും. ആരതിക്ക് എന്നെക്കാളും പ്രായം കുറവാണെങ്കിലും അവൾ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് അവൾ എൻ്റെ ചേച്ചിയായിട്ടാണ്. പിന്നെ ഹിന്ദിയിൽ എനിക്ക് നല്ല രീതിയിൽ പാണ്ഡിത്യം ഉള്ളതുകൊണ്ട് തന്നെ അധികം ആൾക്കാരുടെ അടുത്ത് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഹിന്ദി ഞാൻ സംസാരിക്കാൻ പോകാറില്ല. പിന്നെ ഹിന്ദി സംസാരിക്കുന്ന കൂട്ടുകെട്ടിൻ്റെ ഇടയിലെങ്ങാനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പൊട്ടനായിരുന്നു ഞാൻ. ആ ഒരവസ്ഥയിലാണ് ഞാൻ അവിടെ നിൽക്കാറ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹിന്ദി പഠിക്കണം എന്ന് തോന്നിയാലും സംസാരിച്ചാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ എന്നൊരു തിരിച്ചറിവ് എനിക്ക് അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ ഒരു അവസരത്തിലാണ് എനിക്ക് ഇവരെ കൂട്ടായി കിട്ടുന്നതും ഇവരോട് ഞാൻ കൂടുതൽ അറ്റാച്ചായി സംസാരിക്കാനും തുടങ്ങിയതും. സോ ഇവർ കാരണം എൻ്റെ ലാംഗ്വേജ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കി എടുക്കാനായിട്ട് സാധിച്ചു എന്ന് പറയാം, കുറച്ചായിട്ട്. സോ ഈ തവണത്തെ ഹോളി ഞാൻ ഇവരുടെ കൂടെയാണ് ആഘോഷിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ആളുകളും ഡാൻസ് കളിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് മാത്രം ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, നമുക്കറിയാവുന്ന ഒരു ഒറ്റ പാട്ടും ഇവരിടത്തില്ല. കുറേ പഞ്ചാബി പാട്ടുകളും കുറേ രാജസ്ഥാനിയും അങ്ങനെ കുറേ പാട്ടുകൾ മാത്രമേ ഇവർ വെക്കുന്നുണ്ടായുള്ളൂ. അവരൊക്കെ ആൾക്കാർ പൊരിഞ്ഞു കിടന്ന് ഡാൻസ് കളിക്കുന്നു, ഇവിടെ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അവസാനം സൂര്യൻ ഉച്ചയിൽ ഉദിച്ചു നിൽക്കാറായപ്പോഴേക്കും ഉള്ള പൊടിയൊക്കെ കഴുകി കളഞ്ഞ് നേരെ റൂമിലേക്ക് ചെന്ന് കയറിയാലെന്ന് വിചാരിച്ചിറങ്ങിയപ്പോഴാണ് എൻ്റെ ചെരുപ്പ് ഠമാർപ്പട. കൈയുടെയൊക്കെ കോലം നോക്കി, ഇതൊക്കെ ഇനി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തോരം കഷ്ടപ്പെടണം. ഹോളി ആഘോഷിക്കാൻ ഇറങ്ങിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല, പക്ഷെ തിരിച്ചു കയറാൻ നേരത്തെ ഇതായിരുന്നു എൻ്റെ അവസ്ഥ.